നമുക്ക് സെക്കൻഡ് മിഡ് പോയിന്റ് പ്രോബ്ലത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് പിന്നെ ട്രൂ ഇൻക്ലിനേഷൻസും മിഡ് പോയിന്റിന്റെ പൊസിഷനും തന്നിട്ടുണ്ട്. നോക്കാം. ആദ്യം മിഡ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. 40 എബോ HP, നമ്മൾ മിഡ് പോയിന്റ് 40 എബോ HP ആൻഡ് 50 ഇൻ ഫ്രണ്ട് ഓഫ് VP. സോ 40 എബോ HPയില് മിഡ് പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ M ഡാഷ്, ദെൻ 50 ഫ്രണ്ട് ഓഫ് VPയില് M. ഇത് രണ്ടും ലൊക്കേറ്റ് ചെയ്യും. ദെൻ അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് തീറ്റ ഈക്വൽ ടു 45. ഞാൻ എമ്മിൽ നിന്നാണ് വരയ്ക്കുക, M ഡാഷിൽ നിന്നാണ് വരയ്ക്കാൻ പോകുന്നത്, ഫ്രണ്ട് വ്യൂവിലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ AB 75 ആണെങ്കിൽ 70 ആണെങ്കിൽ 70യുടെ പകുതി 35 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 45 ഡിഗ്രിയിൽ ഇവിടെ നിന്ന് 35 ഡിസ്റ്റൻസ് 45 ഡിഗ്രിയിൽ വരച്ചാൽ എനിക്ക് എന്ത് കിട്ടും? B1 ഡാഷ് കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, ബിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ്, അതോടൊപ്പം തന്നെ ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്. ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്. സോ ദിസ് വിൽ ബി, ഇത് B1 ഡാഷ് ആണെങ്കിൽ നമുക്കിതിന് B1 എന്ന് കൊടുക്കാം. ദെൻ B1ന്റെ ലോക്കസ് നമ്മൾ കണ്ടുപിടിക്കണം. ടോപ്പിന്റെ ലോക്കസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? ഫൈ ഈക്വൽ ടു 30 ഡിഗ്രിയിൽ നമ്മുടെ ട്രൂ ലെങ്തിന്റെ ഹാഫ് എടുത്ത് 35 എടുത്ത് വരയ്ക്കുക. എത്ര ഡിഗ്രിയിൽ? 30 ഡിഗ്രിയിൽ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ ലോക്കസ് കിട്ടി. ഈ ലോക്കസിലേക്ക് നമ്മുടെ ടോപ്പ് വ്യൂവിന്റെ ഹാഫിനെ റൊട്ടേറ്റ് ചെയ്തിടുക. സോ ദിസ് വിൽ ബി യുവർ ഫൈനൽ ടോപ്പ്. സോ ദിസ് ഇസ് B. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരേ പാരൽസിനകത്തായിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഫ്രണ്ട് വ്യൂവിന്റെ പകുതി കിട്ടി. സോ ദിസ് ഇസ് B ഡാഷ്, ദിസ് ഇസ് B. അപ്പോൾ ഇവിടുന്ന് താഴോട്ടായിരുന്നു ആരോ മാർക്ക്, എന്നിട്ട് മുകളിലോട്ട്. ദെൻ നമുക്ക് M ഡാഷിൽ നിന്ന് B ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി, എമ്മിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി. അതായത് ടോപ്പ് വ്യൂവിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ഹാഫ് കിട്ടി. ബാക്കി കിട്ടാൻ എളുപ്പമാണ്. നമ്മൾ നേരെ ഇതിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ എത്രയാണ് ഡിസ്റ്റൻസ്? M ഡാഷ് B ഡാഷ് ഡിസ്റ്റൻസ് തന്നെയാണ് എന്തോന്ന്? M ഡാഷ് A ഡാഷ്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ്, ഇത് എത്രയാണോ ഡിസ്റ്റൻസ് അത്രയും ഡിസ്റ്റൻസ് ഇപ്പുറത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും? A ഡാഷ് കിട്ടും. ഇതിന്റെ നേരെ താഴെ ആയിരിക്കും ആര് വരിക? A വരിക. സോ ദിസ് ഈസ് യുവർ A. അപ്പൊ ഇത് തന്നെയാണ്, ഇത് ട്രിപ്പിൾ ഡാഷ് ആണെങ്കിൽ ഇത് ട്രിപ്പിൾ ഡാഷ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന് ട്രൂ ലെങ്ത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഈ ലോക്കസിൽ തന്നെ ആയിരിക്കും വരിക ട്രൂ ലെങ്ത്. ഈ ലോക്കസിൽ തന്നെ ആയിരിക്കും ട്രൂ ലെങ്ത് വരിക. നമ്മുടെ കയ്യിലുള്ള ട്രൂ ലെങ്തിനെ 35 എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കിവിടെ ബാലൻസ് കിട്ടും. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ദിസ് വിൽ ബി യുവർ A, B ആൻഡ് ദിസ് ഈസ് യുവർ A ക്യാപിറ്റൽ. ഓക്കെ, ശരി.